സർക്കാരിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സാംസ്കാരിക വകുപ്പുണ്ട്, അതിനൊരു മന്ത്രിയുണ്ട്, അതിന് മുകളിൽ മുഖ്യമന്ത്രിയുണ്ട്. പരാതി തീർച്ചയായും മന്ത്രി പരിശോധിക്കും. എനിക്ക് തോന്നുന്നു ഈ ദിവസങ്ങളിൽ നമ്മുടെ യാത്രയിലാണല്ലോ അവരെല്ലാവരും. അവർ തിരിച്ചെത്തിയിട്ട് പരാതി പരിശോധിക്കും. അതിന് വളരെയധികം പ്രാധാന്യം അവർക്ക് ബോധിച്ചെങ്കിൽ അതിനു മുമ്പ് തന്നെ ഞാനുമായിട്ട് അവർ സംസാരിക്കും. എന്നിട്ട് സാംസ്കാരിക വകുപ്പും സർക്കാരും പറയുകയാണ് നിങ്ങൾ തലസ്ഥാനത്ത് തുടരാൻ അർഹനല്ല, യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ ആ നിമിഷം പടിയിറങ്ങാനുള്ള മനസ്സും എനിക്കുണ്ട്. എന്റെ അറിവിൽ ആദ്യമായിട്ടാണ്. എല്ലാം നമുക്ക് പുതിയ അനുഭവങ്ങളല്ലേ. അല്ല, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന്റെ കൂട്ടത്തിലേ അക്കാദമിക്ക് ഒരു സെക്രട്ടറി ഉണ്ട്. ഫെസ്റ്റിവൽ നടത്തുന്നതിൽ നമ്മുടെ എച്ച് ഷാജി അടക്കമുള്ള ആളുകളുണ്ട്. ഡെപ്യൂട്ടി ഡയറക്ടർ ഫെസ്റ്റിവലുണ്ട്, വൈസ് ചെയർമാനുണ്ട്. ഇവിടെ രഞ്ജിത്ത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് തീരുമാനിക്കുകയാണോ എന്ന് മറ്റുള്ളവരോടും ചോദിക്കാം. അവർക്കും ഒരു മറുപടി ഉണ്ടാവില്ലേ? അപ്പൊ അവരെല്ലാവരും പറയണം, അതെ ഞങ്ങളെല്ലാവരും വെറുപ്പ് മുട്ടുകയാണ് ഇയാളുടെ തീരുമാനത്തിൽ എന്ന് പറയുകയാണെങ്കിൽ ആ നിമിഷം സർക്കാരിന് അത് ബോധ്യപ്പെടും. സർക്കാർ പറയും നിങ്ങൾ തുടരേണ്ടതില്ല എന്ന് പറയാൻ ഇറങ്ങിപ്പോവും. എല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കണോ? നമുക്കിത് പറഞ്ഞപ്പോ ഇപ്പൊ ഞാനൊരു ചായ കുടിച്ചോട്ടെ. അവിടെ 2 ഫംഗ്ഷൻ. ഒന്ന് ഇന്ന് നിങ്ങളൊക്കെ മിസ് ചെയ്തു, ഭൂതക്കണ്ണാടി ലോഹിയുടെ ആദ്യ സിനിമയുടെ റീസ്റ്റോർ ചെയ്ത വേർഷൻ ഇന്ന് അവിടെ പ്രദർശിപ്പിച്ചു. ലോഹിയുടെ ഏറ്റവും അടുത്ത അതിന്റെ നിർമ്മാതാവ് ഉണ്ണി സിബി മലയിലുണ്ടായിരുന്നു. കുറച്ചുനേരം അവിടെ ഇരുന്ന സിനിമ കാണുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന വഴിയാണ്. ഇനി ഒരു ചായ കുടിക്കാൻ പറ്റും.